Good morning. ഇന്ന് പറയാൻ പോകുന്നത് സ്മോൾ ഇൻഡസ്ട്രിയൻ. നമ്മൾ നോക്കുക ഇതാ കാണോ, ഈ സ്മോൾ ഇൻഡസ്ട്രിയൻ്റെ ലൊക്കേഷന് നമ്മൾ ചെറുവിരലിലൂടെ ഇങ്ങനെ പോകുന്നതാണ് മെയിൻ മെരീഡിയൻ പാത്വേ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, മുന്നേ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെക്സ് ഫിംഗറിൽ മെയിനായിട്ട് പറയുന്ന ഇൻഡെക്സ് ഫിംഗറിലെയാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്. എഫ് എന്ന് കാണിച്ച് കാണുന്നില്ലേ. അതുപോലെ സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ഫിംഗറിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉണ്ട്. ഈ സ്മോൾ ആണെങ്കിലും പ്രശ്നമില്ല. ഒരു ഇൻഡെക്സ് ഫിംഗർ ഇതാണെങ്കിലും പ്രശ്നമില്ല. ഏതിൽ വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ എഫ് എന്ന് കാണിച്ചത് ഇതാണ് ലൊക്കേഷൻ. നമ്മുടെ ബാക്ക് ഭാഗം നമ്മുടെ കൈകൾ വരുന്നത് ഈ ലൊക്കേഷനിലാണ്. ഈ ബാക്ക് ഭാഗത്ത് ഈ ലൊക്കേഷനിലാണ് നമ്മുടെ മെയിൻ പാത്വേ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൈകളിലാണെങ്കിൽ ഈ ലൊക്കേഷനിലായിരിക്കും, ഇൻഡെക്സിലാണെങ്കിൽ ഈ ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ഇവിടെയാണ് പോകുന്നത് ഇതുവഴി. ഞാൻ പറഞ്ഞു ഇതാണ് റസ്റ്റ് ജോയിൻറ്റ്, ഇതാണ് എൽബോ ജോയിൻറ്റ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. സ്മോൾ ഇൻഡസ്ട്രിയൻ വരുന്നത് നോക്കുക, ഈ ലൊക്കേഷൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹേർട്ട് മെരീഡിയൻ. അപ്പോൾ ഇതിലൊന്നുമില്ല, ഇത് നമ്മൾ നേരത്തെ ലാർജ് ഇൻഡസ്ട്രിയൻ ഈ ലൊക്കേഷനിലായിരുന്നു വരച്ചത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ടാൻജൻഷ്യലായിട്ട് ഇത് എടുക്കുന്നതാണ്. ടാൻജൻഷ്യലായിട്ട് എടുക്കുന്നതാണ് SI1. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയാൽ പഠിക്കുക. ഓക്കെ, ലാർജ് ഇൻഡസ്ട്രിയൻ 1 എടുത്തത് എങ്ങനെയാണ്, അതേ സെയിം ലൊക്കേഷൻ തന്നെയാണ്. ഓക്കെ, ടാൻജൻഷ്യലായിട്ട് നമ്മൾ 2 ലൈന് വരയ്ക്കുക ഇതുപോലെ. അപ്പോൾ ഇത് കിട്ടുന്ന പോയിൻ്റാണ്. അപ്പോൾ SI5, ഇത് SI8. അപ്പോൾ നമ്മളിവിടെ വരികയാണെങ്കിൽ നമ്മൾ നോക്കുക, ഇതാണ് SI1, SI5, SI8. ഇനി ഇതിനെ 2 പാർട്ടാക്കുക, 1 and 2. ഈ മിഡ് പോയിന്റ് ആയിരിക്കും SI3. ഇതിനെ 2 പാർട്ടാക്കുക, ഇതാണ് SI2. എല്ലാം പഠിച്ചില്ലേ? അപ്പോൾ ഇത് പറയുന്നത് നമ്മൾ മെറ്റൽ എലമെൻ്റ് ആണ്, വാട്ടർ എലമെൻ്റ് ആണ്, വുഡ് എലമെൻ്റ് ആണ്, ഫയർ എലമെൻ്റ് ആണ്, എർത്ത് എലമെൻ്റ് ആണ്. നിങ്ങൾ ലാർജ് ഇൻഡസ്ട്രിയൻ നോക്കുക, അതിന് നേരെ വേഴ്സ് അത് മാത്രമേ മനസ്സിലാക്കേണ്ടുള്ളൂ. ഇതിൽ ഇവിടെ SI1, SI2, SI3 ഈ പോയിൻ്റാണ്. ഓക്കെ, SI5, SI8. ഓക്കെ, താങ്ക് യു. നോക്കുക.